Neethas Tasteland. നമുക്കൊരു കട്ടൻ ചായ ഉണ്ടാക്കിയാലോ. കഴിഞ്ഞ ദിവസം നമ്മൾ ചവോരിയോടെ ഉണ്ടാക്കിയപ്പോൾ അതിന്റെ കൂടെ ഞാനൊരു ചായ വെച്ചിരുന്നില്ലേ, ആ മസാല കട്ടൻ ചായയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമ്മുടെ സാധാരണ വീട്ടിലുണ്ടാക്കുന്ന കട്ടൻ ചായ തന്നെയാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുമ്പോൾ മസാല കട്ടൻ ചായയായി. വളരെ സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഇതിന്റെ അഭിപ്രായം പറയൂ, എങ്ങനെയുണ്ട് ഈ ചായ എന്നുള്ളത്. നമുക്ക് ചായ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മളിപ്പോ നമ്മുടെ കട്ടൻ ചായ ഉണ്ടാക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളത്തിലേക്ക് ഞാനിപ്പോ പഞ്ചസാര ചേർക്കാൻ പോവാണ്. നമ്മൾ സാധാരണ എപ്പോഴും ചായ ഉണ്ടാക്കുമ്പോൾ പഞ്ചസാര ചേർക്കുന്ന പോലെ തന്നെ. അപ്പൊ ഞാനിപ്പോ 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. 3 കപ്പ് വെള്ളത്തിലേക്കാണ് നമ്മൾ പഞ്ചസാര ചേർക്കാൻ പോകുന്നത്. നമുക്ക് എത്ര മധുരം വേണോ അതനുസരിച്ചിട്ട് നമ്മൾ പഞ്ചസാര ചേർക്കുക. ഇനി പഞ്ചസാരയും വെള്ളവും ചേർന്നിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കാം. ഇപ്പോൾ നമ്മുടെ വെള്ളം തിളച്ച് തുടങ്ങാറായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഇനിയിപ്പോൾ 2 പീസ് പട്ട ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് നമ്മുടെ സിനമൺ ചെറിയ 2 പീസ്. അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1 ഏലക്കയാണ്. ഏലക്ക നമുക്ക് ചതച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് ഇതുപോലെ 2ആയിട്ട് വിടർത്തി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ആ ഏലക്കയുടെ ഫ്ലേവർ നമ്മുടെ ചായക്ക് വേണം, പക്ഷെ ഓവറായിട്ട് ഏലക്കയുടെ ടേസ്റ്റ് വരണ്ട. അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ചതച്ചിടുകയാണെങ്കിൽ കൂടുതലായിട്ട് ഏലക്കയുടെ ഫ്ലേവർ വരും. അപ്പോൾ ചെറിയ ഏലക്കയാണെങ്കിൽ നമുക്കൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ചതച്ച് വെച്ചിരിക്കുന്ന ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ്. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളച്ചു തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് ചായപ്പൊടി ചേർക്കാം. ചായപ്പൊടി അല്ലെങ്കിൽ തേയില. ഇതിപ്പോൾ ഞാൻ 1/4 ടീസ്പൂൺ ചായപ്പൊടി ചേർക്കുന്നുണ്ട് 3 കപ്പ് വെള്ളത്തിനായിട്ട്. അപ്പോൾ കടുപ്പത്തിനനുസരിച്ച് നമുക്ക് ചായപ്പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്താം. ചായപ്പൊടി ചേർത്ത് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിരുന്നിട്ട് 1 മിനിറ്റും കൂടി ഒന്ന് തിളച്ച് വരട്ടെ. നമ്മൾ ഈ കട്ടൻ ചായ തിളപ്പിക്കുമ്പോൾ അധികം ചായപ്പൊടി ചേർക്കരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടുപ്പം കൂടിയിട്ടുണ്ടെങ്കിൽ ചായപ്പൊടിയുടെ കയ്പ്പ് വേഗം തന്നെ ആ ചായയിൽ എടുത്ത് നിൽക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ച് ചായപ്പൊടി ചേർക്കുക. അത് തിളച്ച് വരുമ്പോൾ കറക്റ്റായിട്ട് കടുപ്പ് ഉണ്ടായിക്കോളും. കട്ടൻ ചായ ആകുമ്പോൾ അധികം കടുപ്പായിട്ടുണ്ടെങ്കിൽ ചായ അത്ര പെർഫെക്റ്റ് ആയിരിക്കില്ല. പാലൊഴിച്ച ചായ ആകുമ്പോഴാണ് നമ്മൾ കടുപ്പത്തിൽ തിളപ്പിക്കാറുള്ളത്. ഇതിപ്പോൾ നമ്മൾ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ തന്നെ ഉണ്ടാക്കി കഴിക്കുന്ന ചായ എന്നുള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു ചായ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ പാകത്തിനാണ് ഞാനിപ്പോൾ 1/4 ടീസ്പൂൺ ചേർത്തത്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് നമുക്ക് എത്ര സ്ട്രോങ് ആയിട്ടുള്ള ചായ വേണം അതനുസരിച്ച് വ്യത്യാസം വരുത്താം. അതുപോലെ മധുരവും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കുക. ഇപ്പോൾ നമ്മുടെ ചായ തിളയ്ക്കാൻ തുടങ്ങിയിട്ട് 1 മിനിറ്റ് ആയി. ഞാൻ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇത് നമുക്ക് അരിച്ചതിന് ശേഷം ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് ചായ കുടിക്കാം. ഇത്രയുള്ളൂ നമ്മുടെ കട്ടൻ ചായയുടെ പരിപാടി. അപ്പോൾ ഞാനിതൊന്ന് അരിച്ചെടുക്കട്ടെ. അപ്പോൾ നമുക്കിനി ചായ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. അപ്പോൾ നമ്മുടെ മസാല കട്ടൻ ചായ റെഡി ആയി കഴിഞ്ഞു. കറക്റ്റ് ആയിട്ടുള്ള കടുപ്പുണ്ട്, അതുപോലെ തന്നെ മധുരമുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചായ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.